ബിൽഡിങ്ങിന്റെ പണി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പ്ലംബിങ്ങിന്റെ പണി നമുക്കിപ്പോൾ ഇവിടെ കോൺക്രീറ്റ് ചെയ്യണമെന്ന് ഇവിടുത്തെ ക്ലയന്റ് പറഞ്ഞിട്ട് അതിന്റെ ഭാഗമായിട്ട് നമ്മളിവിടെ ഗ്രൗണ്ട് ലെവലിലെ പൈപ്പുകളെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കൺസീൽഡ് പോകുന്നതെല്ലാം നമ്മൾ പ്ലാസ്റ്റിങ്ങിന് ശേഷം നമ്മൾ ചെയ്യലും കേട്ടോ. പ്ലാസ്റ്റിങ് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ അതിന് അതിൻ്റെതായ പെർഫെക്ഷൻ ഉണ്ട്. നല്ല വൃത്തിയായ രീതിയിൽ കൂടുതൽ ഫിറ്റിങ്സ് ഒന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഈ കാണുന്ന ഒരു ബാത്റൂമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലോസറ്റും ഇവിടെ ഒരു ചെറിയൊരു വാഷ് ബേസും അതുപോലെ യൂറിനറും ഇത് മാത്രം നമുക്ക് ഈ ബാത്റൂമിൽ വരുന്നുള്ളൂ. പിന്നെ സെക്കൻഡ് ബാത്റൂമിൽ വരുന്നത് നമുക്കൊരു യൂറോപ്യൻ ക്ലോസറ്റ് വരുന്നുണ്ട്, ഒരു വാഷ് ബേസും വരുന്നുണ്ട്. പിന്നെ അതിന് വേണ്ടുന്ന കുറച്ച് പ്ലംബിങ് കാര്യങ്ങളും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം നമ്മൾ ഇവിടെ സെപ്റ്റിക് ടാങ്കുകൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോക്കാം. അപ്പോൾ സെപ്റ്റിക് ടാങ്ക് സെറ്റ് ചെയ്യുന്നത് എന്നാലും കുറച്ച് ലേറ്റ് ആയിട്ട് ഉണ്ടല്ലോ. അതിന്റെ മെഷർമെന്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി യൂട്യൂബിനകത്ത് ഇട്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ ഒന്നുകൂടി ഇടുക, കാരണം ഒരുപാട് ആൾക്കാർ എൻക്വയറി ചെയ്യുന്നതാണ് ഇതിന് എങ്ങനെയാണ് ഈ ഡെപ്ത് എടുക്കേണ്ടത്, ഡെപ്ത് എടുത്തിട്ട് നമ്മൾ എത്ര ഹൈറ്റിൽ ഇത് വെക്കണം എന്നുള്ളതെല്ലാം നമ്മളോട് ഒരുപാട് ആൾക്കാർ കമന്റ് ആയിട്ട് ചോദിച്ചൊരു കാര്യമാണ്. അപ്പോൾ അതെന്തായാലും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഒന്നുകൂടി പറയാം. അപ്പോൾ വളരെ നോർമലായിട്ട് പറഞ്ഞാൽ നമ്മൾ ഇതുപോലൊരു ഡെപ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം അതിപ്പം JCB കൊണ്ട് എടുത്തുകൊണ്ട് കുറച്ചധികം ഡെപ്ത് ഉണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ പാർട്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു സെപ്റ്റിക് ടാങ്ക് വെക്കാനുള്ള ഒരു സ്പേസും അതുപോലെ തന്നെ അതിന്റെ സ്ലറി പോകാനുള്ള ഒരു സ്പേസും അത് രണ്ടും നമ്മൾ കണക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇതിനു വേണ്ടി നമ്മളൊരു ഈ ഒരു ഡെപ്ത് എടുത്തില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഈ വാതുകൽ ലെവലിൽ നമുക്ക് ഇവിടെ എന്തായാലും മണ്ണ് വരും. അപ്പോൾ ഈ മണ്ണ് വന്നതിന് ശേഷം ഇതിന് വേണ്ടുന്ന ലെവലിൽ നമുക്ക് അവിടെ സ്ലാവിങ്ങിന്റെ ഹൈറ്റും കൂടി കണ്ടിട്ട് വേണം നമുക്ക് ഇവിടെ സെപ്റ്റിക് ടാങ്കുകൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ പൈപ്പുകൾ ഇൻപുട്ട് വരുന്ന പൈപ്പുകൾ വരുന്നത് വളരെയധികം ശ്രദ്ധിക്കുക. വരുന്ന സ്ലോപ്പുകളൊന്നും കറക്റ്റ് അല്ലെങ്കിൽ സംഭവം കംപ്ലീറ്റ് ഫോളോ ആയിപ്പോ. കാരണം ഒന്ന് പാളിപ്പോയി കഴിഞ്ഞാൽ ഇതൊന്ന് ഇതിനകത്ത് ഷെയ്ക്ക് ആവോ ഇതൊന്ന് തിരിയോ മറിയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇട്ട ഫിറ്റിങ്സും കാര്യങ്ങളെല്ലാം ആകെ കൊളായിപ്പോവും. എടുത്ത ബ്രാൻഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സെൽസർ എന്ന ബ്രാൻഡ് എടുത്ത് നമ്മൾ 2 ബ്രാൻഡ് ഇപ്പം നിലവിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓഷ്യന്റെ ബ്രാൻഡും ചെയ്തിട്ടുണ്ട്, സെൽസറിന്റെ ബ്രാൻഡും ചെയ്തിട്ടുണ്ട്. സെപ്റ്റിക് ടാങ്കുകൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ബാത്റൂമിന്റെ എണ്ണം എത്ര നമുക്ക് വേണം എന്നുള്ളത് നമ്മൾ ആദ്യം കണക്കാക്കുക. അതിനുശേഷം മാത്രം നമ്മൾ സെപ്റ്റിക് ടാങ്കുകൾ എടുക്കുക. അത് കൃത്യമായിട്ടും പ്ലംബറെ നിർദ്ദേശപ്രകാരം മാത്രം എടുക്കുക. വെറുതെ നമ്മളൊരു വീട്ടുകാർ നമുക്ക് ഇതെടുത്തേക്കാം അതെടുത്തേക്കാന്ന് കരുതിയിട്ട് ഒരിക്കലും എടുക്കരുത്. ഫ്യൂച്ചറിൽ നമുക്ക് കംപ്ലീറ്റ് വീട് ഉള്ളിടത്തോളം കാലം ബാത്റൂം ഉള്ളിടത്തോളം കാലം നമുക്ക് ഈ ഒരു സാധനം നമുക്ക് വേണ്ടുന്നതാണ്. സെൽസറിനെ പറ്റി പറയുമ്പോൾ ചിലപ്പോൾ ഇത് പ്രൊമോഷൻ വീഡിയോസ് ആയിട്ട് വരും, പക്ഷെ എന്നാലും പറയാണ്ടിരിക്കാൻ പറ്റില്ല. നല്ല ക്വാളിറ്റിയാണ്. ഉപയോഗിക്കുന്ന സാധനം നല്ലതാകുമ്പോൾ നല്ലത് തന്നെ പറയണം. ഫ്ലഷ് ടാങ്കുകൾ എടുക്കുമ്പോൾ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. നമ്മൾ ഫ്ലഷിന്റെ അടിസ്ഥാനത്തിലാണ് ഫ്ലഷ് ടാങ്കുകൾ എടുക്കേണ്ടത്. ഫ്ലഷിന്റെ അടിസ്ഥാനം നടന്ന് ഇത് നമ്മൾ എടുത്തത് 35 ഫ്ലഷിൻ്റെതാണ് ഇത് കേട്ടോ. 35 ഫ്ലഷ് നമുക്ക് 2 ബാത്റൂം വരുന്നുണ്ട്. അപ്പം ബിൽഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ലേബർമാർ ഇവിടെ ഉണ്ടാവും. 35 ഫ്ലഷ് 25 അത് ഓരോ കമ്പനി ഓഷ്യന്റെ കമ്പനിയും അതുപോലെ തന്നെ സെൽസറിന്റെ കമ്പനിക്കും ഓരോ ടൈപ്പിലാണ് ഫ്ലഷിങ് വരുന്നത്. അപ്പോൾ ആ ഫ്ലഷിങ് വരുമ്പം ആ ഫ്ലഷിങ് എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. 35 ഫ്ലഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി നമുക്കൊരു 35 ഫ്ലഷ് ഇതിനകത്ത് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെയാണ് ഫ്ലഷിന്റെ കണക്ക്. 25 ഫ്ലഷ് ടു 35 എന്ന് പറഞ്ഞാൽ